13 ദിവസം പിന്നിട്ടു ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുമ്പിൽ നടത്തിവരുന്ന സമരം. കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും പ്രശ്നത്തിൽ ഇടപെടുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ന്യായമായ വേതനമടക്കം ആശാവർക്കർമാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. തികച്ചും ന്യായമാണ് സമരക്കാർ മുൻവെച്ച ആവശ്യങ്ങളെന്ന് ഭരണകക്ഷിയായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട് സമരം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കാത്തതിന് CPI നേതാവും മുൻ മന്ത്രിയുമായ C ദിവാകരൻ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ചർച്ച നടത്തിയാൽ പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ പ്രശ്നം. സമരം ദിനംപ്രതി ശക്തിപ്പെട്ടു വരികയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരിക്കെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 7000 രൂപയാണ് നിലവിൽ ആശാവർക്കർമാരുടെ വേതനം. ഇൻസെന്റീവ് കൂടി ചേരുമ്പോൾ 13,500 വരെ ലഭിക്കുന്നു. ഇത് 21,000 രൂപയായി ഉയർത്തുക, പെൻഷൻ അനുവദിക്കുക, കുടിശ്ശിക വേതനം നൽകുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം എന്നീ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത്. സമരം ശക്തമായ സാഹചര്യത്തിൽ 2 മാസത്തെ വേതന കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ധനവകുപ്പ് 52.85 കോടി അനുവദിക്കുകയും ചെയ്തിരുന്നു. കുടിശ്ശിക അനുവദിച്ചതുകൊണ്ട് മാത്രമായില്ല, മറ്റ് ആവശ്യങ്ങൾ കൂടി അനുവദിക്കാതെ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഉറച്ച നിലപാടിലാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ഹെൽത്ത് വർക്കർ അസോസിയേഷൻ. ഓരോ വാർഡിലും സർക്കാർ നിയമിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാവർക്കർമാർ. കുടുംബ സർവേ, വാർഡിലെ മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക, ഗർഭിണികളുടെ കണക്കെടുപ്പ്, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കൽ, കുഞ്ഞുങ്ങളുടെ കുത്തിവയ്പ് ഉറപ്പാക്കൽ, ജീവിതശൈലി രോഗത്തിന്റെ കണക്കെടുപ്പ്, ജീവിതശൈലി രോഗമുള്ളവരുടെ വീട്ടിൽ മരുന്നെത്തിക്കൽ, പകർച്ചവ്യാധി നിയന്ത്രണത്തിന് നടപടി സ്വീകരിക്കൽ, വയോധികർ, കിടപ്പ് രോഗികൾ, പാലിയേറ്റീവുകളുടെ പരിചരണം, പഞ്ചായത്തുകളുടെ ആരോഗ്യ സർവേ, ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കൽ, ആരോഗ്യ വകുപ്പിന് ആവശ്യമായ മറ്റ് വിവരശേഖരണം, വീട് വീടാന്തരം കയറിയിറങ്ങി ആരോഗ്യ മേഖലയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയവയാണ് അവരുടെ ജോലികൾ. 30,000-ലേറെ ആശാവർക്കർമാരുണ്ട് സംസ്ഥാനത്ത്. വളരെ വിലപ്പെട്ടതാണ് ഇവരുടെ സേവനങ്ങൾ. ആശാവർക്കർമാർ ശേഖരിക്കുന്ന ഡേറ്റകളിലൂടെയാണ് പല രോഗങ്ങളുടെയും വ്യാപനത്തെക്കുറിച്ച് ആരോഗ്യ വകുപ്പിന് വിവരം ലഭിക്കുന്നത്. കോവിഡ് പ്രതിരോധ മേഖലകളിൽ ഇവർ വഹിച്ച പങ്ക് ഏറെ പ്രശംസിക്കപ്പെട്ടു. കോവിഡുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലുള്ളവർ ആദ്യമായി ബന്ധപ്പെട്ടിരുന്നത് ആശാവർക്കർമാരെയായിരുന്നു. അവർക്ക് ആവശ്യമായ മരുന്നുകളും സാമൂഹിക അടുക്കളകളിൽ നിന്ന് ഭക്ഷണവും എത്തിച്ചു കൊടുത്തിരുന്നതും ഇവരായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കോർ ഗ്രൂപ്പ് യോഗത്തിൽ സംസാരിക്കവേ ആശാപ്രവർത്തകരുടെ വിലപ്പെട്ട സേവനങ്ങൾ എടുത്തു പറയുകയുണ്ടായി. കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ രാജ്യത്തെ നവജാത ശിശുക്കളുടെ മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞത് ആശാപ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.